നമ്മുടെ ഹെയർ നമുക്ക് ഒത്തിരി ഹെയർ ഇല്ലെങ്കിലും കുറച്ച് ഹെയർ ഉള്ളെങ്കിലും അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലേ? ഹെൽത്തി ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഷൈനി ആയിട്ടും ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്നിവിടെ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഹെയറിൽ ഉപയോഗിക്കുന്ന ഒരു ജെല്ലിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു DIY ജെല്ലാണ്. എത്രമാത്രം നമ്മുടെ സ്കിന്നിന് നമുക്ക് ചില കണ്ടീഷണർ ഇട്ടാൽ നമ്മുടെ ഹെയർ എങ്ങനെ ഇരിക്കും അതേപോലെ, മനസ്സിലായോ? നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന DIYയിൽ ഏറ്റവും ബെസ്റ്റ് ജെല്ലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സത്യത്തിൽ നമുക്ക് പുറത്തുനിന്ന് എന്തിന് നമ്മൾ മേടിക്കുന്ന ഓർത്തു പോകും ഇതൊക്കെ ഉപയോഗിച്ചാൽ. അതുപോലെ നമുക്ക് ഗുണം കിട്ടുന്ന ഒരു ജെല്ല് പരിചയപ്പെടുത്താനാണ്. ഹായ് ഹലോ, കുക്കും മിന്നും മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡ് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഫേസിനും കൂടെ ഉണ്ടാക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഒരു ജെല്ലുണ്ട്, ഒരു മിറക്കിൾ ജെല്ല്. അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇതുണ്ട്. പക്ഷെ വീഡിയോ ഒരുപാട് ലെന്ത് ആകുന്നതുകൊണ്ട് ഞാൻ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡ് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറ. പിന്നെയോ omega-3 അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ത് വേണം അല്ലേ? ഒരു വൈറ്റമിൻ ഇ ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനും, ഈ 3 ഘടകങ്ങളും നമ്മുടെ സ്കിന്നിനും ഹെയറിനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ കൊള്ളത്തില്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷെങ്കിൽ നമ്മുടെ DIY വീട്ടിലുള്ള നമ്മുടെ 40+ കഴിഞ്ഞവർക്ക്, നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ 40+ കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ദൈവം കനിഞ്ഞരുളി തന്നിരിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ വാല്യൂ, അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ പോവുക, മനസ്സിലായോ? ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്ന ജെല്ല് ഒരുപാട് ഗുണം. ഫ്ലാക്സീഡിൻ്റെ അകത്ത് നമ്മുടെ സ്കിന്നിന്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹെയറിന് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും ഹെയർ ഫോൾ തടയാനും എല്ലാം ഇതിന് നമുക്ക് കഴിയുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഉലുവ. ഉലുവ നമുക്ക് ഹെൽത്ത് ബേസിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. സ്കിന്നിനും ഹെയറിനും നമ്മുടെ ഡാൻഡ്രഫ് കുറയാനും ഹെയർ ഫോൾ കുറയാനായിട്ടും ഓയിലായിട്ടും എല്ലാം ഒരുപാട് മാർക്കറ്റിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഉള്ളതാണ് ഉലുവ. അതുപോലെ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഹിബിസ്കസ് ഫ്ലവർ ആണ്. ഹിബിസ്കസ് ഫ്ലവർ നമ്മുടെ സ്കിന്നിനും ഹെയറിനും, ഹിബിസ്കസ് ഫ്ലവർ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഒരുപാട്. പിന്നെ അതിൻ്റെ അകത്ത് വൈറ്റമിൻ സി ഉണ്ട്. നമ്മുടെ ഹിബിസ്കസ് ഫ്ലവർ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അത് ഞാൻ ഇതിനു മുമ്പ് ഒരു പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഹിബിസ്കസ് കൊണ്ടുണ്ടാകാനുള്ള ഗുണങ്ങൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് അസുഖത്തിന്, ഒരുപാട് ചേഞ്ചസിന് എല്ലാം ഹിബിസ്കസ് ടീ, ഹിബിസ്കസ് വാട്ടർ, ഹിബിസ്കസ് മെഡിസിൻ ഉള്ളിലോട്ട് കഴിക്കാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഹിബിസ്കസ് ഫ്ലവറിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ഒരു മൂഡ് സ്വിംഗ്, നമ്മുടെ സ്ട്രെസ് റിലീഫ്, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ഹിബിസ്കസ് ഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഹിബിസ്കസ് രാജാവായിട്ട് നിൽക്കുന്നത്. ഞാൻ ഈ ഹിബിസ്കസ് ഫ്ലവറായിട്ടിവിടെ കിട്ടുന്നില്ല, പക്ഷെ ഞാൻ ഹിബിസ്കസിന്റെ പൗഡറും എടുത്തിട്ടില്ല. പക്ഷെങ്കിൽ ഹിബിസ്കസ് ഫ്ലവറിന്, നമ്മുടെ ഉലുവ, ഇതിനോടൊക്കെ തന്നെ നമ്മുടെ ഹെയറിന് ഏറ്റവും അത്യാവശ്യം, ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ടീ പൗഡർ. ടീ പൗഡർ നമ്മുടെ ഹെയർ ഒന്ന് സിൽക്കി ആകാനും ഹെയർ സ്മൂത്ത് ആകാനും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ടീ പൗഡർ. അതുകൊണ്ട് തന്നെ ഞാൻ ഹിബിസ്കസിന്റെ ടീ പൗഡറാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ജെല്ല് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടേച്ചു വരാം. ഓക്കെ, നമ്മൾ സെയിം പാത്രത്തിൽ തന്നെ
ആണത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്കിതെല്ലാം ഒരു 7 ഡേയ്സിന് വേണ്ടി ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ തന്നെ എടുക്കണം ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഞാൻ ഇതിനൊരു 1.5 ഗ്ലാസ് വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ 1 ടീസ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഹിബിസ്കസിൻ്റെ ടീ ബാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഹിബിസ്കസിൻ്റെ ടീ ബാഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് തേയിലയുടെ അംശം കൂടെ കിട്ടും. തേയില എന്ന് പറയുന്നത് തന്നെ ടീ പൗഡർ നമ്മുടെ ഹെയറിനൊരു ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഹെയർ ഒരു സിൽക്കി ആകാനും ശരിക്കും സ്കിന്നിനൊരു മോയ്സ്ചറൈസർ കൊടുക്കാനായിട്ട് ടീക്ക് കഴിയും. മനസ്സിലായോ? അപ്പം ഞാൻ ഹിബിസ്കസിൻ്റെ ടീ ബാഗാണ് ഒന്ന് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണം മതി. 7 ഡേയ്സിനല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു ടീ ബാഗ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഫ്ലാക്സീഡ്, 2 ടീസ്പൂൺ ഫ്ലാക്സീഡും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. മീഡിയം ഫ്ലേവറിൽ എപ്പോഴും ഇടാവുള്ളൂ. ഇങ്ങനെ ഇരുന്ന് മീഡിയം ഫ്ലേവറിൽ പതുക്കെ തിളച്ച് വരണം. ഓക്കെ, ഇതും സെറ്റായിട്ട് വന്നിട്ട് ഇതുപോലെ കിട്ടും. ഇതും നമ്മൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഹെയർ പായ്ക്കായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ജെല്ലായിട്ട് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം നമ്മൾ തയ്യാറാക്കിയ ഹിബിസ്കസ് ജെല്ല് ഇങ്ങനെ ഇരിക്കും. ഫ്ലാക്സീഡ് ജെല്ല്, ഹിബിസ്കസ് ജെല്ല് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഫ്ലാക്സീഡാണ് ഒരു ജെല്ല്, ഒരു ബേസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അതുമല്ല, ഫ്ലാക്സീഡിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഹെയറിന്, ഒരുപാട് ഗുണങ്ങൾ. ഞാൻ ഈ ജെല്ലിങ്ങനെ ഇതിനകത്ത് പല ഇൻഗ്രീഡിയൻസ് മാറ്റി മറിച്ചും ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ഹെയറിന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഒരു ജെല്ലാണ് ഈ ഫ്ലാക്സീഡ് ജെല്ല്. ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഉലുവ ഉണ്ട്, ഹിബിസ്കസ് പൗഡർ ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, ടീ പൗഡർ ഉണ്ട്. ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ജെല്ലുണ്ടാക്കി ഇങ്ങനെ ഇത് നമുക്കൊരു 10 ഡേയ്സ് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ എപ്പോഴും DIYയുടെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഡേറ്റ് എഴുതി അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഒരിക്കലും നമ്മൾ ഒരുപാട് ദിവസം വെച്ച് ഉപയോഗിക്കരുത്. അത് ബാക്ടീരിയ ഒക്കെ അഴുക്ക് ബാക്ടീരിയ ഒക്കെ കയറിയിട്ട് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാക്കും. അപ്പം ഇത് എങ്ങനെയാണ് നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആകുന്നത്? ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഇത് ഉപയോഗിച്ച് കൂത്താവും, ഷൈനിങ് ആവും. നമ്മളൊരു കണ്ടീഷണർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഷാമ്പു ഇതിട്ടതിന് ശേഷം ഷാമ്പു ഇടരുത് ദയവ് ചെയ്ത്. ഇത് കഴുകി കളഞ്ഞാൽ പോകും. ഒരു കണ്ടീഷണർ ഇട്ട് അതേ സെയിം പ്രൊസീജിയർ ഇതും ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ഗുണങ്ങളാണ്. നമ്മുടെ ഹെയർ ഫോള് കുറയാന്, ഹെയറിന്റെ ഗ്രോത്ത് കിട്ടാനായിട്ട്. പിന്നെ ഉലുവ അടിച്ചതുകൊണ്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പോകും. ഇതെല്ലാം നമുക്ക് ഈ ഒരു ജെല്ല് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ശരിക്കും നമുക്ക് ഇതിങ്ങനെ എടുത്തു വെക്കുമ്പോൾ എപ്പോഴും നനവില്ലാത്ത ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇത് കണ്ടോ, ഇതൊരു ജെൽ ഫോമാണ് കണ്ടോ, അത്ര തിക്ക കണ്ടോ, ഇങ്ങോട്ട് കട്ടിയായിട്ടിരിക്കും. ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹെയർ ഫാൾ ഒരുപാടുണ്ടെങ്കിലും ഹെയർ ഗ്രോത്തിനും ഒക്കെ നമ്മൾ ഒരാളെയും കൂടി ഇതിൻ്റെ അകത്ത് കുറച്ച് 1-2
സ്പൂൺ എടുത്തിട്ട് ജെല്ലെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ റോസ്മേരിയുടെ ഓയിലും കൂടെ ഒരു 4 ഡ്രോപ്സ് അല്ലെങ്കിൽ 5 ഡ്രോപ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട്, ഈ റോസ്മേരി ഇല്ലെങ്കിൽ കൂടിയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ജെല്ലിൽ നിന്ന് കിട്ടും. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 2 വർഷമായിട്ട് ഇത് ഫോളോ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ഇപ്പൊ ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് എൻ്റെ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ കൊണ്ട് വാട്ടറിന്റെ വെള്ളം മാറി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മുടി മൊത്തം പൊഴിഞ്ഞു പോയത്. അത് കഴിഞ്ഞ് ഞാൻ ഹെയർ മൊത്തം അങ്ങ് കട്ട് ചെയ്തിട്ട്, ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്ന സമയത്തും നമുക്കറിയാലോ നമ്മുടെ ഹെയർ ഒരു ഡള്ളായി എന്ന് കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ ഇച്ചിരി ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്കും ഈ റോസ്മേരി ഇതിൻ്റെ അകത്ത് നമ്മൾ റോസ്മേരിയുടെ ഓയിൽ ആഡ് ചെയ്യണം. ഒന്നും കൂടെ എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഹിബിക്കസ് ഉണ്ട്, ടീ പൗഡർ ഉണ്ട്, ഉലുവ ഉണ്ട്, നമ്മുടെ ഫ്ലാക്സീഡ് ഉണ്ട്. ഇതിൽ പരം എക്സ്ട്രാ നമ്മുടെ ഹെയറിന് വേണ്ട എക്സ്ട്രാ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം 7 days ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ജലദോഷം, പനി ഒക്കെ പെട്ടെന്ന് വരുന്നവർക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് നേരം നിൽക്കണ്ട. കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെച്ചിരിക്കുന്നത്. അത് നിങ്ങളോട് ഞാൻ പറയാം ഒരു കാര്യം. നമ്മൾ ഇന്ന് ഇത് ഉപയോഗിക്കുമെന്ന് അറിയുമ്പോൾ നമ്മൾ 2 ടീസ്പൂൺ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി നേരത്തെ വെക്കണം. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര്. ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ആ തണുപ്പോട് കൂടി തന്നെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബുദ്ധിമുട്ടുള്ളവർ നേരത്തെ എടുത്ത് വെളിയിലത് വെക്കുക, 2 ടീസ്പൂൺ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ ഒരു 4 ഡ്രോപ്സ് അല്ലെങ്കിൽ 5 ഡ്രോപ്സ് റോസ്മേരിയുടെ ഓയിലും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ശരിക്കും നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റ്, എന്തൊക്കെ കെമിക്കൽ ഇല്ലാന്ന് എത്രയൊക്കെ ആരൊക്കെ അവകാശപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് കാണാതിരിക്കത്തില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ സൂക്ഷിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ജലദോഷം, പനി വരുന്നവരൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇത് എല്ലാവരും ഞാൻ പറഞ്ഞുതരാം. ഫ്ലാക്സീഡ് ജെല്ലിന് അധികം വിലയില്ല കേട്ടോ, അധികം വിലയില്ല. നമുക്ക് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് നമ്മുടെ സ്കിന്നിന്, ഹെയറിന് 40+ കഴിഞ്ഞവര് ദയവ് ചെയ്ത് ഇതൊന്ന് ചെയ്തു നോക്കണമെന്ന് എൻ്റെ അഭ്യർത്ഥനയാണ്. അതുപോലെ നമുക്ക് ഉപകാരമുള്ള സാധനമാണ്. പിന്നെ ഇത് നമ്മൾ 7 days ഉപയോഗിച്ചാലും നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 to 20 അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ ഒരു കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ വെച്ച് നോക്കാം. വെച്ചിട്ട് വെറും പച്ച വെള്ളത്തിൽ, ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കനും കൂടെ അമർത്തണം. എന്നാലേ എൻ്റെ അടുത്തിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.